ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ പൗർണമിയെങ്കിലും മണിമാല ദേവി സന്നിധിയിൽ പൂജിച്ചില്ലെങ്കിൽ ആപത്തുണ്ടാവുന്ന തിരുവേനി പറയുന്നേ. നാട്ടിൽ വേണ്ട, ദേവപുരത്തെ ദേവീക്ഷേത്രത്തിൽ നീ മണിമാലയും കൊണ്ട് വന്നാൽ പൂജ കഴിഞ്ഞ് നിനക്ക് മണിമാലയും കൊണ്ട് തിരിച്ചു പോകാം. ശരി അച്ഛാ. ഇത് വേണമായിരുന്നു മോളെ. ധോനിമോള് വാശി പിടിച്ചിട്ടാ ചെറിയച്ച. ധോനിമോള് കുഞ്ഞാണ്. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവക്കറിയില്ലല്ലോ. ഇപ്പോ നീ കാണിച്ചത് ഈ കുഞ്ഞിന് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഞാൻ എന്താ വേണ്ടത് ചെറിയച്ച? ധോനിമോളുടെ കണ്ണുനീര് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഞ്ഞിനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ അത് അപകടമാവും. ഇക്കാര്യത്തിൽ തീരുമാനം മോളുടെയാണ്. മറ്റാർക്കും അതിൽ അഭിപ്രായം പറയാൻ അവകാശമില്ല. എന്താന്ന് വെച്ചാൽ മോൾ ആലോചിച്ച് തീരുമാനിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ മോൾ ഇതുപോലെ ഇങ്ങ് വരണം. വരാമേ. ഇനി വരുമ്പോ അമ്മയും കൂടി കൊണ്ടുവരണം. പരിചയപ്പെടാലോ. അമ്മയും അച്ഛനും മോളും മാത്രമേ ഉള്ളൂ വീട്ടില്? അതോ അനിയത്തി ആരെങ്കിലും ഉണ്ടോ? അമ്മ അച്ഛന് മാത്രമേ ഉള്ളമ്മേ. മോളുടെ അമ്മയോട് ഈ അമ്മ അന്വേഷിച്ചു എന്ന് പ്രത്യേകം പറയണം. പറയാം. എന്നാ മോള് ചെല്ല്. ഡ്രൈവർ. മേഡം, ഹലോ അച്ഛാ. മോളെ, ഞാനൊരു വിവരം പറയാനാ വിളിച്ചേ. ഇന്നത്തെ വെള്ളിയാഴ്ച പൗർണമിയാ. ഈ പൗർണമിയെങ്കിലും മണിമാല ദേവി സന്നിധിയിൽ പൂജിച്ചില്ലെങ്കിൽ ആപത്തുണ്ടാവുന്ന തിരുവേനി പറയുന്നേ. നാട്ടിൽ വേണ്ട, ദേവപുരത്തെ ദേവീക്ഷേത്രത്തിൽ നീ മണിമാലയും കൊണ്ട് വന്നാൽ പൂജ കഴിഞ്ഞ് നിനക്ക് മണിമാലയും കൊണ്ട് തിരിച്ചു പോകാം. ശരി അച്ഛാ, ഞാൻ വരാം.
ഇന്ന് ഞാൻ വെറുതെ ഇരിക്കുകയാണ് ഗൈസ്, ഒരു പണിയുമില്ല. എന്റെ പുതിയ കൂളിംഗ് ഗ്ലാസ് കൊള്ളാവോ? ഇത്തിരി സന്ധ്യക്ക് ഈ ഫോണിൽ തോണ്ടി ഇരിക്കാതെ ഒന്ന് നാമം ചോദിച്ചാൽ എന്താ അബി? അതുകൊണ്ടെന്താ കാര്യം? ആ, പ്രയോജനം എന്താണെന്ന് ഞാൻ പറഞ്ഞ നിനക്കെന്നല്ല ആർക്കും ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഉത്തരം പറയാതെ രക്ഷപ്പെടാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ കള്ളി? ഞാൻ ഉത്തരം പറയാതെ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോവാനാ? എന്നാ ഞാൻ ചോദിച്ചതിന് മറുപടി പറ. നാമം ചൊല്ലിയാൽ എന്താണ് പ്രയോജനം എന്നറിയാൻ നീ ഒരു 3 മാസം ആത്മാർത്ഥമായിട്ട് ചൊല്ലി നോക്ക്. എന്നിട്ട് ഒരു പ്രയോജനവും തോന്നില്ലെങ്കിൽ നിർത്തിക്കോ. അപ്പൊ പിന്നെ നിനക്ക് നിന്റെ അനുഭവത്തിൽ തന്നെ കാര്യം മനസ്സിലാവുമല്ലോ. ഈ ബുദ്ധിയൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? കുഞ്ഞി തലകത്താണോ? എടാ, ഞാൻ വെറുതെ പറഞ്ഞല്ല, നീ ഒന്ന് പരീക്ഷിച്ച് നോക്ക്. അതൊക്കെ നോക്കാം. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ആദ്യം അതൊന്ന് പറഞ്ഞു തരണം. എന്താ സംശയം? അത് ഈ ദേവിക്ക് ഒരുപാട് ഭാവങ്ങളും പേരുകളും ഉണ്ടല്ലോ. ആ, അത് ലക്ഷ്മി, ദുർഗ, ഭദ്ര, സരസ്വതി, പാർവതി, ആ. പരാശക്തി, അങ്ങനെ കുറെ ഉണ്ടല്ലോ. അപ്പൊ എന്തിനാ ഇത്രയും പേര്? എല്ലാം ഒന്ന് തന്നെയല്ലേ? ഈശ്വരനെല്ലാം ഒന്ന് തന്നെ. പക്ഷേ മനുഷ്യരാരും ഒരുപോലെ അല്ലല്ലോ. എല്ലാവർക്കും വേറെ വേറെ ചിന്തകളും പല തരത്തിലുള്ള ഇഷ്ടങ്ങളും ഇഷ്ടയില്ലായ്മകളും ഉണ്ട്. അതുകൊണ്ട് ഓരോ മനുഷ്യർക്കും അവരുടെ സ്വഭാവത്തിലും ഇഷ്ടത്തിനും ചേരുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും പല പേരുകളിലും ഭാവങ്ങളിലും ഈശ്വരന്മാരും ഉണ്ടായി. ആ, ചോദിക്കട്ടെ. ആ. അവിടെ ഇരിക്കി. ബാക്കി പറ. അതുമാത്രല്ല, ദേവീ രൂപങ്ങൾക്ക് വേറെയും പ്രത്യേകതയുണ്ട്. ഒരു സ്ത്രീയുടെ പല ഭാവങ്ങളിൽ നമുക്ക് ദേവീ രൂപങ്ങളെ കാണാൻ പറ്റും. ജീവൻ നൽകുന്ന പരാശക്തിയെ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സരസ്വതിയായി, ഐശ്വര്യത്തിന്റെ ലക്ഷ്മിയായി, ദേഷ്യം കൊണ്ട് ഭദ്രയായി, സംരക്ഷിക്കാൻ ദുർഗയായി,